അപ്പോൾ ഈര കേട്ടോ 40 mm ഈര കണ്ടോ 40 mm വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചൂണ്ടൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പരമ്പരാഗത ചൂണ്ടൽ. പണ്ട് കാലത്ത് ആൾക്കാർ മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ചൂണ്ടൽ മുളവടി വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ട മുള വെട്ടാൻ പോകണം. നമ്മുടെ ഈ പരിസരത്തൊന്നുമില്ല, വീടിനടുത്തൊന്നുമില്ല. കുറച്ച് പോയിട്ട് മുള വെട്ടണം. നമുക്ക് ആദ്യം മുള വെട്ടിയിട്ട് വരാടാ. അപ്പോൾ നമ്മൾ മുള വെട്ടി വീട്ടിലെത്തിണ്ടാ. ഇതൊരു 5-8 ഉണ്ട്, 8 ഉണ്ട്. ഇതിൽ ഇതാണ് നമ്മളിപ്പോൾ ശരിയാക്കി എടുക്കുന്നത്. ആദ്യം ഒരു 6 അടി നീട്ടത്തിൽ കേട്ടോ. ഒരു 6 അടി നീട്ടത്തിൽ ഇത് ശരിയാക്കി എടുക്കണം. ഫ്രണ്ട്സ്, എപ്പോഴും മുളേനെ നോക്കിയാൽ ഇങ്ങോട്ട് വെട്ടണം കേട്ടോ. മുളയുടെ ഇങ്ങോട്ട് വെട്ടാൻ പറ്റില്ല കണ്ടോ. കമ്പുകൾ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങോട്ട് വെട്ടരുത്. മുളേനെ എപ്പോഴും അങ്ങോട്ട് വെട്ടി ചെത്തിയെടുക്കണം കേട്ടോ. കണ്ടോ, എന്നിട്ട് ഈ കമ്പ് ഇങ്ങോട്ട് നിൽക്കുക. ഇങ്ങോട്ട് വെട്ടരുത്. നമ്മളിവിടെ വെട്ടി കളഞ്ഞ സുഖം എടുക്കാൻ നോക്കിയിട്ട് ഇങ്ങോട്ട് വെട്ടാൻ പാടില്ല. അങ്ങോട്ട് വെട്ടിയെടുക്കണം കേട്ടോ. അങ്ങോട്ട് വെട്ടി കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊളിഞ്ഞിങ്ങോട്ട് പോരും. ഇത് കണ്ടോ, ഇതിങ്ങനെ മെല്ലെ ചെത്തി കളഞ്ഞെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുള നോക്കി ഇങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കമ്പൊക്കെ വെട്ടി കളഞ്ഞിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിനൊരു വളവുണ്ട്. അപ്പോൾ ഈ വളവ് നിർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ വളവ് നിർത്തിയെടുക്കാൻ ഒരു അടിപൊളി പരിപാടി ഉണ്ട്. നമുക്കത് നിർത്തിയെടുക്കാം. ഫ്രണ്ട്സ് കണ്ടോ, വേറൊന്നുമില്ല, നമ്മളിത് ചൂടാക്കിയിട്ട് ഇതിനെ നീർത്തു കേട്ടോ. ഇത്ര തന്നെ പരിപാടി. നമ്മുടെ വളവുള്ള എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വയ്ക്കുക, ചൂടാക്കുക, ഇങ്ങനെ സ്റ്റഡാക്കി കൊടുക്കുക. പിന്നെ അങ്ങനെ നിന്നുള്ളത്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ സ്റ്റിക്ക് നോക്കിയാൽ വളവൊക്കെ നേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കേട്ടോ. അതായത് ചൂണ്ടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഈര കേട്ടോ, 40 mm ഈര കേട്ടോ. 40 mm വരുന്നത് 40 mm ഈര. പിന്നെ ഹുക്ക് വരുന്നത് 3 സൈസ് കേട്ടോ. പിന്നെ ഈയം വെയിറ്റ്, അതായത് വലയാട്ടോ, അത് ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഫ്ലോട്ട് പൊന്തി, ഇത് നമ്മുടെ മയിൽപ്പീലിയുടെ തണ്ട് കേട്ടോ. പിന്നെ ഒരു വയറുടെ കഷ്ണം ഉണ്ട് കണ്ടോ. ഒരു വയറ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നൂല്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുളയിൽ ആദ്യം തന്നെ ഇത് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റിക്കിൽ നോക്കിയാൽ ഈ വയർ വെച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. തുമ്പത്തായിട്ട് ഈ വയറിങ്ങനെ കെട്ടി കൊടുക്കും കേട്ടോ. ഇതിങ്ങനെ വയ്ക്കുക, തുമ്പത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നൂല് വെച്ചിട്ട് കെട്ടണം കേട്ടോ. നൂലിങ്ങനെ വയ്ക്കും. ഇതിവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ചുറ്റി കൊടുക്കുക. ഇത്രയും വെച്ച് കെട്ടിൻ്റെ കേട്ടോ. ഫ്രണ്ട്സ് കണ്ടോ, നമ്മുടെ ആ വയറുടെ പീസ് ഇതൊക്കെ നമ്മളിങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഈര എടുക്കണം കേട്ടോ. ഈര തിന്ന് എടുക്കട്ടെ കേട്ടോ. ഈര തിന്ന് നമുക്ക് ആവശ്യമുള്ള എടുക്കണം. പാറാറൊരു 12 ഈര തിന്ന് എടുക്കേണ്ടി വരും. 12 അടി 12 അടിയോളം വേണ്ടി വരും. നമ്മുടെ കാണാൻ 6 അടിയോളം വരുന്നുണ്ട്. അപ്പോൾ അതിൽ 2 മടക്ക വരും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു 12 അടി കഴിച്ചെടുക്കട്ടെ. ഫ്രണ്ട്സ്, നമ്മുടെ ഈര നോക്കിയാൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് ഇനി നമ്മളിതൊരു ഹുക്ക് കെട്ടി കൊടുക്കാൻ പോവുക. ഹുക്ക് കെട്ടിയുള്ള നോക്കിയാൽ നമ്മൾ ഹുക്കിൻ്റെ ഇതിനുള്ളിൽ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബാക്കിൽ വരുന്ന ഹോളിൽ അതിനുള്ളിൽ കൂടെ എടുത്തിട്ടാണ് കിട്ടണത്. ഇവിടെ നോക്കിയാൽ ഇതിങ്ങനെ മടക്കി വയ്ക്കുക ചെയ്യുന്നത് കേട്ടോ. യു ടൈപ്പിൽ ഒരു 4-5 ചുറ്റ് ബാക്കിൽ ചുറ്റി കൊടുക്കണം. പുറകിലായിട്ട് ചുറ്റി കഴിഞ്ഞിട്ട് നോക്കിയാൽ
പിടിയും മടക്കി വെച്ചിട്ടില്ലേ അതിനുള്ളിൽ കൂടെ എടുക്കുക ചെയ്യുന്നേടാ. ഉള്ളിൽ എടുത്തു വലിച്ചു കൊടുത്തു കടാ. വലിച്ചു കൊടുക്കുമ്പോൾ കേട്ടായി. ഇതിന് ഈ ഭാഗത്ത് വലിക്കും തോറും മുറുകളോടാ നമ്മുടെ ഫ്രണ്ട്സ്. ഹുക്ക് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ ഫ്ലോട്ട് കെട്ടി കൊടുക്കാം. കടാ ഇങ്ങനെ കെട്ടി കൊടുക്കണം കേട്ടോ. നമ്മുടെ നൂല് വെച്ച് കഴിഞ്ഞാണ് കെട്ടണത്. ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ വെച്ച് കൊടുക്കുക. നൂലിങ്ങനെ ഇവിടെ ചുറ്റി കെട്ടുക. ഊരി പോകാൻ പാടില്ല, അഴിയാൻ പാടില്ല. നമ്മൾ വലിക്കുമ്പോൾ ഒന്നും അഴിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ കുറച്ച് ഇങ്ങനെ ചുറ്റി ഇങ്ങോട്ട് കൊടുക്കുക. നല്ല ടൈറ്റിൽ ചുറ്റി കൊടുക്കുക. അത്യാവശ്യം ടൈറ്റ് ആയിട്ട് അത് കഴിഞ്ഞ് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാ. നമ്മുടെ ഇവിടത്തെ കെട്ട് കഴിഞ്ഞിട്ടാ. ഇനി ഏകദേശം ഈ പൊന്തിരത്ത് ഇവിടെ ഇട്ട് ഒരു ഹുക്ക് കൈമ കയറിയല്ലോ ഇവിടെ. അതായത് ഒരു മുക്കാ ഭാഗം, പകുതിയിലല്ല, ഒരു പകുതിയുടെ മുകളിലേക്കായിട്ട്, ഈ പൊന്തിയുടെ പകുതിയിലല്ല, അതിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് കേട്ടാടാ. ഇവിടെ ആയിട്ട് കെട്ടി കൊടുക്കാം. ഇത്രയും ഭാഗം മുങ്ങി കിടന്നിട്ടേ ഈ ഭാഗം മുകളിലേക്ക് നിൽക്കണം. അപ്പോൾ ഇവിടെ ആയിട്ട് കിടാം. നമ്മുടെ ഫ്ലോട്ട് കെട്ടിൽ കഴിഞ്ഞിട്ടുണ്ടാ. കണ്ട ഇങ്ങനെ നിൽക്കും. ഇനി വെയിറ്റ് ഇട്ട് കൊടുക്കണം. വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് നോക്കിയാൽ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കാരണേ ഇങ്ങനെ വെച്ചിട്ട് മടക്കി കൊടുക്കുക ചെയ്യുന്നേടാ. കണ്ട ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ ഇടുക. ഇത്രയും മടക്കണമല്ലോ, വേറെ ഒന്നല്ല. ഇത് വെള്ളത്തിലിട്ട് നോക്കിയിട്ട് ഇതിങ്ങനെ കുത്തി കിടക്കണതിനനുസരിച്ച് ഇനി കുറയ്ക്കുക കൂട്ടുക വേണമെന്ന് നോക്കണം. കൂട്ടേണ്ടി വരില്ല, കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അത് കട്ട് ചെയ്ത് കുറച്ച് കളഞ്ഞിട്ട് ബാക്കി മടക്കിടാനാട്ടാ ഈ എങ്ങനെ വെച്ചിനെ. നമ്മുടെ ഇത് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കെട്ടിലൊക്കെ കഴിഞ്ഞിട്ടാ. ഇനി നമ്മളിതിനുള്ളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ കടാ. ഇവിടെ നമ്മൾ എന്താ പറയുക, ഈ വയറൊക്കെ കെട്ടി കൊടുത്തിട്ടില്ലേ, അതിനുള്ളിൽ കൂടെ എടുക്കുന്നുണ്ട്. അതിനെ ഉള്ളിക്കൂടെ ഇങ്ങനെ എടുക്കുക ചെയ്യുന്നേടാ. കേടാ ഇതിങ്ങനെ കിടക്കും, ഇതിങ്ങനെ കിടക്കും. ബാക്കി നോക്കിയാൽ ഇതാണ് പരിപാടി. കേട്ടോ ഇങ്ങനെ വയ്ക്കും. ഇതിങ്ങനെ വരും, ഇങ്ങനെ വരാടാ. ഇവിടെ ഇവിടെ ഈര കട്ട് ചെയ്തിട്ടേ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇടാം. ഇതെല്ലാം ഇടുക ഈര. അപ്പം നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇടും. ഇറക്കാനും കയറ്റാനും നമുക്കിങ്ങനെ നീട്ടം കൂട്ടാനും ഒക്കെ ആയിട്ടാടാ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കുടുക്കിട്ട് തുടങ്ങും. ഇതൊരു കുടുക്ക് കേടാ. ഇവിടെ കുടുക്കിട്ട് മുറുക്കാൻ വേണ്ടിയിട്ട് ഈ വയറയ്ക്ക് ഒരു കെട്ട് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ട ഈ ഭാഗത്ത് കടഭാഗത്ത് നമ്മളിവിടെ ഇങ്ങനെ മുറിച്ചിടുക ചെയ്യാം. പിന്നെ ഇഞ്ഞു വേണ്ട അത് കെട്ടി കളയാം. കണ്ട മുറുക്കി നമ്മൾ ഇത് കുറച്ച് കൂടുതലായി. കൂടെ കുഴപ്പമില്ല, കുറച്ച് കയറ്റിടാൻ പറ്റും. ഇത് വേണ്ട ഇവിടെ ലൂസാക്കുക. എന്നിട്ട് ഇങ്ങോട്ട് കയറ്റിയിട്ടാൽ മതി. കയറ്റിയിട്ട് ഇവിടെ മുറുക്കിയിടുക. കയറ്റി മുറുക്കിയിടുമ്പോൾ ഇതിങ്ങനെ വലിച്ച് വയ്ക്കാൻ പറ്റും. കണ്ട അവിടെ ചൂണ്ട സെറ്റായിട്ടാ. ചൂണ്ടയിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത്
ഫ്ലോട്ട് പൊന്തി റെഡിയാക്കണം. ഇവിടെ പൊന്തി റെഡിയാക്കാൻ ഇവിടെ ബക്കറ്റിൽ അങ്ങനെ വെള്ളം നിറച്ചിട്ട് ചെയ്ത് നോക്കേണ്ടി വരും. കടാ ഇത്രയുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇത്രയുള്ള പരിപാടി. ഫ്രണ്ട്സ് നമ്മുടെ ഫ്ലോട്ട് കണ്ടോ? ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിയിൽ കുത്തി കൊടുക്കുന്നുണ്ട്. എനിക്ക് വെയിറ്റ് മൊത്തം വേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഇട്ടുണ്ടായിരുന്ന നെയ്യല്ലേ, നെയ്യ് മൊത്തം വേണമെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നുകൂടെ ഇറക്കിയിട്ട് ഇട്ടുന്നുണ്ടോ? അപ്പോൾ വെയിറ്റ് മൊത്തം വേണം കേട്ടോ. നമ്മൾ അതിന് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ഇട്ടില്ലേ ആ വെയിറ്റ് കറക്റ്റാണ്. നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ട. അപ്പോൾ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് കണ്ട. ആ വെയിറ്റ് ഫുള്ളായി അതും ഇടുക കണ്ടോ. ഈ വെയിറ്റ് അത് മെയിൻ ഇടാം കേട്ടോ. ഇത്രയും വെയിറ്റ് വേണം അതിന്. നല്ല രീതിയിൽ കിടക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചൂണ്ടലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇതും വെച്ചിട്ടുള്ള മീൻപിടുത്തങ്ങളിൽ പുറകിൽ വരും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.